റിങ് ചെയ്യുന്നുണ്ട്. എടാ തനിക്കാണല്ലോ കോള്. സാറേ അത് എന്റെ ഫോണാ. അതെനിക്ക് മനസ്സിലായി സാറേ. ഇതാ എസ് ഐ സാറിനോട്. ആ ശരി. ചേച്ചി ഫോൺ സ്പീക്കറിലിടട്ടെ. നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, നീ ഇട്. അല്ലെങ്കിലും ഞാൻ രഘുവേട്ടനോട് ക്ഷമ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുമല്ലോ. അതെ, അച്ഛൻ വരുന്നുണ്ട്. ചിരു സ്പീക്കറിലിട്. ആ ഇട്ടിട്ടുണ്ട്. ഹലോ. എടുത്തു. ഹലോ പറ. സംസാരിക്കും. രഘുവേട്ട, അമ്പിളിയാ. ആ അമ്പിളി രഘുവേട്ടന്റെ ആരാ? ഹലോ ഹലോ, ഇത് രഘുവേട്ടനല്ലേ? അല്ല, ഇത് നോർത്ത് സ്റ്റേഷനിൽ എസ് ഐ. രഘു അവന്റെ വണ്ടിയും ഫോണും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്താ സാറേ കാര്യം? രഘുവേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു പെണ്ണിനെ വഴി തടഞ്ഞു നിർത്തി അവൻ വിഷുക്കോടി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ നോക്കിയതാ. അവള് വഴി കിടന്ന് ഒച്ച വെച്ചപ്പോഴേ നാട്ടുകാർ പിടിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. തക്ക സമയത്ത് പോലീസ് അവിടെ എത്തിയതുകൊണ്ട് തടി ഒരുപാട് കേടായില്ല. ശബ്ദം കേട്ടിട്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലോ അവിടെ. രഘുവിന്റെ ആരാ? ഞങ്ങളുടെ രഘുവേട്ടന്റെ സിസ്റ്റേഴ്സാ സാറേ. ഓഹോ, ബ്രദറിനെ ഇറക്കാനേ അങ്കിൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പെണ്ണിനാ സർ ഗിഫ്റ്റ് കൊടുത്ത്? അല്ല, അവർക്ക് പരാതിയുണ്ടോ? എന്താ അവളുടെ പേര്? അവളുടെ പേര് അമൃത. ആമിന്ന് വിളിക്കും. ആമിയോ? രഘുവിന്റെ സ്വന്തം ആളാന്നാ അവൻ പറയുന്നത്. അവൾക്ക് പരാതിയൊന്നുമില്ല. പൊതുസ്ഥലത്ത് വെച്ചൊരുത്തൻ ഒരു പെണ്ണിനെ ശല്യം ചെയ്യുന്നത് കണ്ട പോലീസിന് കയ്യും കെട്ടി നോക്കിക്കാൻ പറ്റില്ലല്ലോ. അവള് വന്ന് പരാതിയില്ലാന്ന് എഴുതി തന്ന രഘുവിനെ വിട്ടയക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇനിയേ ഇതിനകത്തേക്ക് വിളിച്ചാ ഫോൺ എടുക്കില്ല. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. ഇപ്പൊ എല്ലാരും എന്ത് പറയുന്നു? ഞാൻ അയാളെ സംശയിച്ചതും അകറ്റി നിർത്തിയതൊക്കെ തെറ്റാണോ? ആണോ ചിരു? ആണോ അനു? തെറ്റാണോ അച്ഛ? ഒരു മനുഷ്യൻ എത്രമാത്രം അധപ്പതിക്കാമോ അത്രമാത്രം അധപ്പതിച്ചില്ല അയാള്. ചേച്ചി, ചിരു, ഇനിയെങ്കിലും അയാളെ തിരിച്ചു വിളിക്കാൻ നിങ്ങൾ ആരും എന്നോട് പറയല്ലേ. ഇതെന്റെ അപേക്ഷയാ. രഘു, അങ്കിള്, എന്താടാ ഇത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്കിളെ. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പോലീസ് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുക. വെറും തെറ്റിദ്ധാരണ ഒന്നുമല്ല. എന്താ ഉണ്ടായെന്നൊക്കെ ഞാൻ വേറെ വിധത്തിൽ അറിഞ്ഞു. അവള് വിളിച്ചു പറഞ്ഞോണു അല്ലേ? ആണെങ്കിൽ എടാ, എന്നാലും
ഈ വിഷുവിൻ്റെ അന്ന് തന്നെ വേണമായിരുന്നോ? ഇന്നത്തെ ദിവസം സ്റ്റേഷനിൽ കിടക്കാനേ പോയല്ലോ നിന്റെ യോഗം. കുറെ നാളായി ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അങ്ങളെ ഞാൻ. ഇതും അതിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് എനിക്ക് ഉടനെ തിരിച്ചു വരാൻ തോന്നിയത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിന്നെ ആരും നിറക്കാനാ? അണ്ണനോ? സാർ, എസ് ഐ സാർ വിളിക്കുന്നുണ്ട്. ആ ഓക്കെ, എസ് ഐ കണ്ടുവരാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഇരിക്കെ. ആ കുട്ടി വന്നില്ലേ? വന്നു, ആ വണ്ടിയിലിരിക്കുക. ഇങ്ങോട്ട് വരാൻ പറ. രണ്ടുപേരെ നിർത്തി കാര്യങ്ങൾ സംസാരിക്കാം.